പ്രിയപ്പെട്ട പ്രവാസി സഹോദരി സഹോദരന്മാരെ, നമ്മൾ പ്രവാസ ലോകത്ത് ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അങ്ങനെ നമുക്ക് പ്രായമാവുന്നു, ചിലർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ മരണം നമ്മളെ സമീപിച്ചാൽ ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് 1,00,000 രൂപ സാന്ത്വനം എന്ന പ്രവാസികൾക്കായുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ രേഖകളും കൊടുത്ത് ആ പൈസ ആ കുടുംബത്തിനൊരു സമാശ്വാസമായി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോ ആരായിക്കോട്ടെ, വിദേശത്ത് 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, മരണം എല്ലാവരെയും കൊണ്ടുപോകും, ഒരാളെയും ഇവിടെ ബാക്കി വെക്കില്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പം ആ കുടുംബത്തിനൊരാശ്വാസം, അതാണ് നമ്മൾ കാണേണ്ടത്. മരിക്കാൻ ഞാനും മരിക്കും, ഞാൻ മരിക്കില്ല എന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ട്? ഞാൻ ആദ്യം പോകും ചിലപ്പോൾ. അപ്പം മരണം ആണല്ലോ ഇയാൾ പറയണത്, ഇയാൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് ആരും ചോദിക്കണ്ട. മരണവും നമുക്കിതിൽ പറഞ്ഞതാണ്, നമ്മുടെ ജീവിതത്തിൽ മരണവും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെ മരിച്ചാൽ, വിദേശത്ത് നിന്ന് വന്ന ഒരു പ്രവാസി, ആ പ്രവാസി മരിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് സാന്ത്വനം എന്നൊരു പദ്ധതിയിലൂടെ 1,00,000 രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് ആ കുടുംബത്തിനൊരു ആശ്വാസമാവാൻ വേണ്ടി കൂടെയുള്ളവരോ കുടുംബത്തിലുള്ളവരോ മറ്റാരെങ്കിലും ചേർന്ന് അപേക്ഷ കൊടുത്ത് ആ പൈസ വാങ്ങിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ആ കുടുംബത്തിനോട്, ഏത് കുടുംബമായിക്കോട്ടെ, അവിടെ നിങ്ങൾ മറ്റൊന്നും നോക്കണ്ട, ആ കുടുംബത്തിനോ ഏത് കുടുംബത്തിനായാലും ശരി, നിങ്ങൾ ചെയ്തു കൊടുക്കുക. നാളെ നമുക്ക് ചെയ്തു തരാനും ആരെങ്കിലുമൊക്കെ കാണും. എല്ലാവർക്കും നേരുന്നു നന്മകൾ.